പാലക്കാട്ടെ അപകടത്തെ തുടർന്ന് റോഡിലെ പ്രശ്നപരിഹാരത്തിന് നാളെ കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതേസമയം ലോറി ഇടിച്ചു കയറി മരിച്ച 4 വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം ഇന്നാണ്. സംഭവത്തിൽ ഡ്രൈവറുടെയും ക്ലീനറുടെയും മൊഴിയെടുത്തു. നിലവിൽ ഇരുവരും ചികിത്സയിലാണ്. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇർഫാന, ആയിഷ, മിത, റിത എന്നിവരാണ് മരിച്ചത്. പനയമ്പാടത്ത് നിന്ന് തത്സമയം ചേർന്നു ശിവദാസ് കർമ്മനം. ശിവദാസ്, ഇപ്പോഴും അവിടെ ജനത്തിരക്കുണ്ടോ? കാരണം അവിടെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കുത്തിയിരുന്നവരെ അവർ പ്രതിഷേധം നടത്തിയിരുന്നു. കാരണം അവിടെയുള്ള റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം അവിടെ തുടരെ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് പോലും 100-ലധികം അപകടങ്ങളും മരണങ്ങളും എല്ലാം സംഭവിച്ചതിന് ശേഷവും ഇത്തരത്തിൽ നടപടി എടുക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്, അല്ലേ? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന പനയമ്പാടം എന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ 4 വിദ്യാർത്ഥിനികളുടെ ജീവനാണ് പൊലിഞ്ഞത്. ഇവർ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ വിട്ട് പരീക്ഷ കഴിഞ്ഞ് നടന്നു വരികയായിരുന്നു. ഇതുവഴി ആ സമയത്താണ് ഇത്തരത്തിൽ ലോറി ഇവിടെ അപകടം ഉണ്ടാക്കിയത്. ഒരു വലിയ വളവാണ്. പല സമയങ്ങളിലും ഇവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നാട്ടുകാർ വലിയ രീതിയിൽ തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. പിന്നീട് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ADM അടക്കമുള്ള മറ്റ് പ്രധാന ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥരും ഇവിടേക്ക് വന്ന നാട്ടുകാരോട് ചർച്ച നടത്തി. അതിനുശേഷം നാളെ ജില്ലാ കളക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ കളക്ടറേറ്റിൽ യോഗത്തിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. എന്തായാലും വലിയ ദാരുണമായൊരു അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഈ അപകടം ഉണ്ടായി. പതിവായി അപകടം ഉണ്ടാകുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം ഇവിടെ ഏകദേശം 55ഓളം അപകടങ്ങൾ ഉണ്ടായി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിന് തൊട്ടു മുൻപായി തന്നെ ഈ മേഖലയിലടക്കം ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി 100-ലേറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് തൊട്ട് സമീപത്തുള്ള പ്രദേശത്ത് കല്ലടിക്കോടിന് തൊട്ടപ്പുറത്ത് ഒരു സ്ഥലത്ത് ഏകദേശം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മാത്രം ഒരു കാർ അപകടത്തിൽ പെട്ട് അന്ന് 5 യുവാക്കളാണ് ആ അപകടത്തിൽ മരിച്ചത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതേ സ്ഥലത്ത് ഒരു സ്കൂട്ടർ അപകടത്തിൽ പെട്ട് ഒരു യുവതി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ തുടർച്ചയായി അത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഭാഗത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇവിടെ തുടർച്ചയായി ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല തന്നെയാണ്. അതെ, ഇതിപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞ ശേഷം സ്ഥിരമായിട്ട് വന്നത്. ഇപ്പോൾ ഒരു 6 മാസം അപകടമൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് പിന്നെ ഉണ്ടായത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ ഉണ്ടാകും. ഗ്രിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടായില്ല. സ്ലിപ്പിങ് അടിക്കടി ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ മരണം സംഭവിച്ചിട്ടില്ലെന്ന് മാത്രം. ഇങ്ങനെ വലിയൊരു വളവാണ്, ഇറക്കം കൂടുതലാണ്, ബ്രേക്ക് കിട്ടാത്തൊരു പ്രശ്നം. വണ്ടി ചവിട്ടുമ്പോഴേക്കും പാളുകയാണല്ലോ, ഗ്യാപ്പില്ലല്ലോ. ഏകദേശം ഒരേ ഡിസ്റ്റൻസിലാണ് വരിക. അപ്പോൾ ചവിട്ടുമ്പോൾ വണ്ടി പാളും, അതാണ് പ്രശ്നം. അപ്പം ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നേരത്തെ പ്രതിഷേധമൊക്കെ. അതെ. എന്നിട്ട് എന്താണ് അവസാനം പ്രതിഷേധത്തിന്റെ തുടർച്ചയായിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഇപ്പോൾ ഡിവൈഡർ വെക്കറല്ലേ പ്രായോഗികമുള്ളൂ. മറ്റേത് വളവ് നിർത്തൽ ഏരിയ കണ്ടിട്ട് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ കുറച്ച് വീതി കൂട്ടിയിട്ട് ഡിവൈഡർ വെച്ചാൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ഇന്നിപ്പോൾ സംഭവിച്ചാൽ നമ്മളെ മറ്റേ ഇവിടെ കുറച്ച് വിട്ട 8 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ. വണ്ടിക്ക് പാസ് ചെയ്തപ്പോൾ കട്ട് ചെയ്ത പാളിയ തന്നെയാണ് വണ്ടി. വേറെ വണ്ടി വരുമ്പോൾ പാസിങ്ങിൽ പാളിയിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ മഴ കൂടി പെയ്തിരുന്നു. ആ സമയത്ത് മഴ പെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഇവിടെ വണ്ടി ബ്രേക്ക് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ട്. മുൻപ് അങ്ങനെ പല തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പ്രദേശവാസികൾ പറയുന്നത്. നമ്മൾ നേരത്തെ മുതൽ തന്നെ ഇവിടെയുള്ള ആളുകളോടെല്ലാം തന്നെ സംസാരിച്ചിരുന്നു. അവർ കൃത്യമായി തന്നെ അത് പറഞ്ഞിരുന്നു. അതായത് പല സമയങ്ങളിലും ഇത്തരത്തിൽ ബ്രേക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ റോഡിൽ നിന്നും തെന്നി അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു മുൻപ് അപകടം
ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം നടത്തിയിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും തന്നെ ഒരു ഇടപെടലും ഈ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് 4 വിദ്യാർത്ഥിനികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരു വിദ്യാർത്ഥിനി ഇപ്പോഴും ചികിത്സയിലാണ്. ഇതോടൊപ്പം ഈ വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം കണ്ടിട്ടുണ്ട്. ഈ വാഹനത്തിലെ ഡ്രൈവറും ക്ലീനറും അവർക്ക് വലിയ ഗുരുതരമായ പരിക്കില്ല. അവർ ഇപ്പോഴും ചികിത്സയിലാണ്. അവരുടെ മൊഴിയെടുത്തു. ഈ 4 വിദ്യാർത്ഥിനികളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരും. കരിമ്പന ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ഈ 4 വിദ്യാർത്ഥിനികൾ. അവർ പരീക്ഷ കഴിഞ്ഞാണ് മടങ്ങുന്നത്. റിദ ഫാത്തിമ, നിദ ഫാത്തിമ, ഇർഫാന, ആയിഷ എന്നീ 4 കുട്ടികളുടെ ജീവനാണ് ഈ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടത്. വലിയ ഒരു ദുഃഖമുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇത്തരത്തിൽ കേരളം നടുങ്ങുന്ന ഒരു വാർത്ത ഉണ്ടായത്. ശരി, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമെന്ന്. ഇൻക്വസ്റ്റ് നടപടികൾ ഏതുവരെ എത്തി? പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ? നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്നുള്ളതാണ്. നിദ ഫാത്തിമയുടെ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയായത്. ഇനി 3 പേരുടെ കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനായിട്ട് ഉണ്ട്. ഇന്ന് രാത്രി തന്നെ ഈ പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നാളെ പുലർച്ചെയായിരിക്കും ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. പുലർച്ചെ ഒരു 5 മണിക്ക് തന്നെ മൃതദേഹം ഇവിടെ നിന്നും ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷം ഓരോ വീടുകളിലും, ഓരോ വിദ്യാർത്ഥികളുടെയും വീടുകളിലാണ് ആദ്യം പൊതുദർശനം ഉണ്ടാവുക. ആ വീടുകളിലെ പൊതുദർശനത്തിന് ശേഷം പിന്നീട് കരിമ്പനക്കൽ, തുപ്പനാടുള്ള ഒരു കരിമ്പനക്കൽ ഹാളുണ്ട്, അവിടെ പൊതുദർശനം വയ്ക്കും. ആ കരിമ്പനക്കൽ ഹാളിൽ രാവിലെ ഒരു 8:30 മുതൽ 10 മണി വരെ ആയിരിക്കും ഒരു ഹാളിൽ, കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക. അതിന് ശേഷം തുപ്പനാട് തന്നെയുള്ള ജുമാ മസ്ജിദിലാണ്, ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക, ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. ഏതായാലും വലിയ ഒരു ദാരുണമായ സംഭവം എന്നുള്ളതാണ്. നാടിനെ തന്നെ നടുക്കിയ ഒരു അപകടം എന്നുള്ളത് തന്നെയാണ്. ആർക്കും വിശ്വസിക്കാനാവാത്ത തരത്തിലാണ്. ഇന്ന് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ സഹപാഠികൾ അവർ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ 5 വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 5 വിദ്യാർത്ഥികളിൽ ഒരാൾ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ഈ പരീക്ഷ കഴിഞ്ഞ് റോഡിലൂടെ മടങ്ങുന്ന ആ ഒരു വേളയിലാണ് പെട്ടെന്ന് ഈ ഒരു ലോറി വരികയും, സിമെന്റുമായി കയറ്റി വന്ന ലോറിയാണ്. സിമെന്റ് കയറ്റി വന്ന ലോറി പെട്ടെന്ന് തന്നെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിലിടിക്കുകയും അതിന്റെ നിയന്ത്രണം നഷ്ടമായി ഈ വിദ്യാർത്ഥികളുടെ മേലേക്ക് മറിയുകയുമായിരുന്നു. ആ അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 4 വിദ്യാർത്ഥികളെയും അപകടം നടന്നപ്പോൾ തന്നെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ആ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം തന്നെയാണ് വലിയ ജനരോഷം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായതിന് പിന്നാലെ ഗതാഗത മന്ത്രി അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായ നടപടി പോലീസിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ അറിയിച്ചതിനോടൊപ്പം തന്നെ കെ. കൃഷ്ണൻകുട്ടി മന്ത്രിയും ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ട നടപടികളെല്ലാം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ട് സംസാരിച്ചു, PWD മിനിസ്റ്ററായിട്ട് ഇത് ശാശ്വതമായ പരിഹാരം നാളെ ഒരു രൂപം ഉണ്ടാക്കും കേട്ടോ. ഇത്രയും പേരാണ് നാളെ കളക്ടറേറ്റിൽ യോഗം ചെയ്യും. നാളെ കളക്ടറേറ്റ് ചെയ്യും. മിനിസ്റ്റർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പങ്കെടുക്കും. ആ റോഡിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനം ഉണ്ടാവും. അവിടെ ഇനിയൊരു ആക്സിഡന്റ് ഉണ്ടാകാൻ പാടില്ല. ഏകദേശം ഒക്ടോബറിലാണ് 5 ജീവനത്തിന് മുമ്പ് നഷ്ടമായത്. മനസ്സിലായി. ഞാൻ പോയപ്പോഴാണ് ആൾക്കാരവിടെ കൂടിയപ്പോൾ പറഞ്ഞു പുറത്ത് കൊടുത്തിട്ടാ